നമസ്കാരം. നിർമ്മമത്വത്തിൽ നിന്ന് പക്ഷഭേദത്തിലേക്കുള്ള ദൂരം. BJP എതിർക്കേണ്ടത് എന്തുകൊണ്ടാണെന്നതിനേക്കാൾ ആർക്കു വേണ്ടിയാണ് എന്നതിലേക്കുള്ള ദൂരം. അതായി മാറിയിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയും. രാഷ്ട്രീയത്തിലെ അഴിമതി പോലെ സിനിമകളിലൂടെ, നോവലുകളിലൂടെ, ലേഖനങ്ങളിലൂടെ കാലാകാലങ്ങളായി വിമർശിക്കപ്പെട്ടിട്ടും ലോകത്തെ ഏറ്റവും സാംസ്കാരികമായി അധപ്പതിച്ച ഒരു വർഗമാണെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയിട്ടും രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അധാർമികതയുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെയാണ്. മാധ്യമങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും സാംസ്കാരികമായി വലിയ പുരോഗതി നേടിയ സാഹിത്യവും കലയും മാധ്യമങ്ങളുമെല്ലാം സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് വഴിതെളിച്ച കേരളം പോലെയൊരു സംസ്ഥാനത്ത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നായി മാധ്യമങ്ങൾ അധപ്പതിച്ച വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ആ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി വന്ന കാര്യം. അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോൾ രണ്ട് പേര് തമ്മിൽ തെറ്റുണ്ട്. ആ തെറ്റിയ രണ്ടുപേരിൽ ഒരാളെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ആൾ ചെന്ന് പറയുന്നു മറ്റേ ആൾ വളരെ മോശമാണ്, വളരെ മോശമാണ്. ഇത് പറയുമ്പോൾ അയാൾ സന്തോഷിക്കും എന്നുള്ള മട്ടിലാണ് കേരളത്തിലെ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളും നരേന്ദ്രമോദിയെ എതിർക്കുന്നത്. അതിലൂടെ ലഭിക്കാവുന്ന മുസ്ലിം വോട്ട്, ആ മുസ്ലിം വോട്ടുകൾ നിലനിർത്താൻ വേണ്ടിയുള്ള പോപ്പുലർ ഫ്രണ്ട് മുതൽ അബ്ദുൽ നാസർ വരെയുള്ളവരുടെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്നു. പക്ഷേ അത് മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ആവർത്തിച്ച് കമ്മ്യൂണിസം എന്ന വലിയ ഭീതിയിലേക്ക് വീണ്ടും ചർച്ച കൊണ്ടെത്തിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത് ചെയ്യാൻ കഴിയാത്തൊരാൾക്ക്, അല്ലെങ്കിൽ കിണറ്റിൽ ഇറങ്ങിയിട്ട് കിട്ടാത്ത വോട്ട് TV ചാനലിലിരുന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക്, കോളേജിൻ്റെ സൈഡിൽ വന്നാൽ നാട്ടുകാർ തല്ലി ഓടിക്കുമെന്ന് കരുതുന്ന ഒരാൾക്ക് ഡോക്ടറേറ്റ് നൽകി സർവകലാശാലകളെ നിയമിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും ഉന്നത സ്ഥാനങ്ങളിലെത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അത് റഷ്യയിലും ഹിറ്റ്ലറുടെ അടുത്തുമൊക്കെ നടന്നിരുന്ന അതേ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വ്യക്തമായൊരു അഭിപ്രായം പറയാൻ കഴിയാത്ത വിധം നിഷ്പക്ഷരായ ആളുകളെ ഈ മാധ്യമങ്ങളും ഈ ഇടതുപക്ഷങ്ങളും എത്തിച്ചു എന്നെടുത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്ന നിമിഷം അയാൾ വലതുപക്ഷക്കാരനാകുന്നു, അയാൾ സംഖ്യയാകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പുകളെ, സർവേകളെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടത്തിക്കുകയാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാവാം. ആ സ്ഥാനാർത്ഥിത്വത്തിൽ അവസാന നിമിഷം വരെ ഒരു ആവശ്യമേ ഇല്ലാത്തൊരു സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതോ എല്ലാവർക്കും അറിഞ്ഞിട്ട് കൂടി സ്ഥാനാർത്ഥിത്വം ഒരു ഇടത്ത് മാത്രം പ്രഖ്യാപിക്കാൻ നടത്തുന്ന നാടകീയത. ഇത്തരം നാടകീയതകളെ വിമർശിക്കുന്നവരെല്ലാം വലതുപക്ഷത്തിൻ്റെയോ നരേന്ദ്രമോദിയുടെയൊക്കെ ആളാകുന്ന ഒരു സ്ഥിതിവിശേഷം മാധ്യമങ്ങൾ സംജാതമാക്കിയിരിക്കുന്നു എന്നത് ആ ഒരു ഘട്ടം നിന്ന് വേണം നമ്മൾ ഈ വീഡിയോയിലേക്കും ഈ ചർച്ചയിലേക്ക് നമ്മൾ കയറാം. ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മളതിനെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത് എന്ന് പറയുന്നത് കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതീയത, മതത്തേക്കാൾ കൂടുതൽ ജാതീയത അടിസ്ഥാനമാക്കിയ ഉത്തരേന്ത്യ, അതോടൊപ്പം ഭാഷ കൂടി ചേരുന്ന കേരള മുഴുവൻ ദക്ഷിണേന്ത്യ. ഇവിടെയെല്ലാം BJP എതിർക്കപ്പെടുന്നത് മതേതരത്വത്തിന് അല്ലെങ്കിൽ വലതുപക്ഷ ഹിന്ദുത്വത്തിൻ്റെ പേരിലാവും, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്ന പോലുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേരിലും അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെ അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നു. ഒരു സവർണ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഇടങ്ങളിലെല്ലാം BJP എതിർക്കപ്പെടുന്നത്.
അതിലൊരു ഗോദ്ര സംഭവമോ ബ്രിജ്ഭൂഷണിൻ്റെ സംഭവമോ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദി ശ്രമങ്ങളൊന്നുമല്ല അവിടെ ബി ജെ പിയെ ശത്രുവാക്കി മാറ്റുന്നതെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അറിയുകയോ അറിയാത്ത പോലെ നടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ആദ്യത്തെ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു രാജ്യം ഭരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ബി ജെ പി എത്തുകയോ നരേന്ദ്രമോദി എത്തുകയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ശേഷമുള്ള ബി ജെ പി എത്തുകയോ ചെയ്താൽ ഇന്ന് കോൺഗ്രസിന് ഉള്ളിൽ നിന്നുകൊണ്ട് സമ്മർദ്ദശക്തിയായി നിൽക്കുന്ന അതേപോലെ തന്നെ മുലായം സിംഗ് യാദവും എം കെ സ്റ്റാലിനും അടക്കമുള്ള ആളുകൾ തിരിച്ച് ഇതേപോലെ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ ഇതേപോലെ ബി ജെ പിയിലേക്ക് വരും, അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യത്തിലേക്ക് വരും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ മുന്നണിയെയും ആ ഇന്ത്യ മുന്നണിയെ മതേതര പുരോഗമന ശക്തിയായിട്ട് വാഴ്ത്തുന്ന മാധ്യമങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത്. സ്ഥാപിതമായ താല്പര്യം, അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യമാവാം, ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ബി ജെ പിയിലേക്ക് ഓടുന്നതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ജഗ്മോഹനിൽ നിന്നുള്ള ഭീഷണി നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം നിക്ഷിപ്ത താല്പര്യങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ വിഭാഗങ്ങളിലും ഉണ്ട്. അത് മമതാ ബാനർജിക്കുമുണ്ട്, ലാലു പ്രസാദ് യാദവിനുണ്ട്, ഷിബു സോറനുമുണ്ട്, കേജ്രിവാളിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ വിടുപണിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നേതൃത്വം നൽകുകയാണ്. രണ്ടാമത്തേതാണ് ഈ ആയാറാം ഗയാറാം മുതൽ കേരള കോൺഗ്രസും ജനതാദളുമെല്ലാം ഉള്ള ഒരു ഇന്ത്യയിൽ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലൊരു ചർച്ച അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ വലിയൊരു വിഷയമാക്കുന്നതും അതിനു മുന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങളുടെ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രവാദികളാണ്. ആ ഹിന്ദു രാഷ്ട്രവാദികളെ ഞങ്ങളാണ് എതിർക്കുന്നത് എന്ന് സ്ഥാപിക്കുന്നതിലൂടെ അവരുടെ തീണ്ടാപ്പാടകൾ നിർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു, അവരൊരു വിലക്കപ്പെട്ട ഒരു ആളുകളായി നിർത്തപ്പെടുന്നു എന്നിടത്ത് സംഭവിക്കുന്നത് ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധതയോ മതരാഷ്ട്രവാദത്തെയോ എതിർക്കുക എന്നുള്ളതല്ല. ബി ജെ പിയെ എതിർക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ഭയമോ ബി ജെ പി ഭരണത്തിൽ വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന മുസ്ലിം വിഭാഗം, അതിലെ തന്നെ തീവ്ര മുസ്ലിം വിഭാഗത്തെ പീഡിപ്പിക്കുക എന്ന് മാത്രം ഇതിൽ ഉദ്ദേശം. കെ എം മാണിക്കെതിരായി കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചവരെ കൂടെയാണെന്ന് ജോസ് കെ മാണി ഇരിക്കുന്നത്. വീരേന്ദ്രകുമാർ രാവിലത്തെ പാർട്ടിയിലാവില്ല, ഉച്ചയ്ക്കുണ്ടാവുക. ജനതാദൾ ഏതൊക്കെ സംസ്ഥാനത്താണ് ഉള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല, ഏതൊക്കെ സംസ്ഥാനം ആരുടെ കൂടെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിൻ്റെയും വിവിധ സംസ്ഥാനങ്ങൾ സ്ഥിതി തന്നെ. അപ്പോൾ ഇത്തരം ആശയങ്ങളെ ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് കൂടി പ്രത്യേകമായ അജണ്ടയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കിണറ്റിലിറങ്ങി വോട്ട് ചോദിച്ച ആളുകളുണ്ട്. ഇത്തരം ആളുകൾ മാധ്യമപ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട്. അവർ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം ഇവിടെ വിലസുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതിൽ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനുമായുള്ള ചർച്ചയേക്കാൾ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ദല്ലാൽ നന്ദകുമാറിനാണ്, അല്ലേ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഈ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ വ്യക്തി വിലക്കപ്പെട്ടവനല്ല എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെയും വളരെ അസ്വസ്ഥതയോടെയും നോക്കിക്കാണേണ്ടതാണ്. ഇത്തരമൊരാൾ ഒരു സമൂഹത്തെ അഴുക്കുചാലിൽ വളർന്നുകൊണ്ട് അല്ലെങ്കിൽ അഴുക്കുചാലിലൂടെ സഞ്ചരിക്കുന്നവരാണ്, സമൂഹത്തെ മുഴുവൻ അഴുക്കാക്കുന്നവരാണ്. അത്തരം ഒരാളുമായുള്ള ബന്ധം അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യം. അതുതന്നെയാണ് കേരളത്തിൽ മാധ്യമങ്ങൾ ഈ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കരിമണൽ കർത്തയ്ക്കും ചാക്ക് രാധാകൃഷ്ണനും ഇല്ലാത്ത വിലക്ക് ബി ജെ പിക്ക് ഉണ്ടാകുന്നത്, ഉയ്ഗുറുകൾക്കും റഷ്യയിലെ IS ആക്രമണങ്ങളും ബ്രേക്കിംഗ് ന്യൂസ് ആവാത്ത, ഇത് രണ്ടും ബ്രേക്കിംഗ് ന്യൂസ് ആവാത്ത ഇത് നമ്മൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയ്ഗുറുകളുടെ, ചൈനയിൽ ഉയ്ഗുർ, നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നു, പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഉയ്ഗുറുകൾ, റഷ്യയിലെ ഉയ്ഗുറുകൾ, റഷ്യയിൽ തന്നെ നടത്തുന്ന IS ഭീകരാക്രമണം, കർണാടകയിലെ ബോംബ് സ്ഫോടനം, ഇതൊന്നും ബ്രേക്കിംഗ് ന്യൂസുകളാവാത്തൊരു സാഹചര്യമാണ്. അത് തെളിയിക്കുന്ന എന്താണ്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഒരു സംഘടിത രാഷ്ട്രീയ ശക്തിയായി ഏറ്റവും കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും മാറിയിട്ടില്ല. ജാതീയമായി ജാതി വ്യവസ്ഥയിൽ നിന്ന് വലിയ രീതിയിൽ മോചനം നേടിയ കേരളം പോലും, അല്ലെങ്കിൽ പൂർണ്ണമായി മോചനം നേടിയ കേരളത്തിൽ ഹിന്ദു സമൂഹം ഒരു സംഘടിത രാഷ്ട്രീയ ശക്തി ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ വാർത്തകളുടെ തെളിയിക്കുന്നത്. ഈ വാർത്തകൾ മറച്ചു വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചാൽ ആർക്കാണ് പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അത് വാർത്തയാക്കുന്നത് ആർക്കാണ് ആവശ്യമാകുന്നത്? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബ്രേക്കിംഗ് ന്യൂസ് ഏതിനെയാണ് ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്നത് പോലും നമുക്ക് തിരിച്ചറിയാത്തൊരു ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇത് പൊതുസമൂഹത്തിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. അത് ജനങ്ങൾ എത്തിക്കുന്നത് സംഘടിതമായ ഒരു രാഷ്ട്രീയ ശക്തി എന്ന ഒരു തീവ്ര ആശയത്തിലേക്കാണ് ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എത്തിക്കുന്നത്. ഒരു പരിധിവരെ ക്രിസ്ത്യാനികളും രാഷ്ട്രീയമായ സംഘടിത ശക്തിയാണെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തിലുള്ള വിലപേശ ശക്തി അവർക്ക് ഇപ്പോഴില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് കാസ ജനിക്കുന്നതും RSS ജനിക്കുന്നതും. നമ്മളിപ്പോൾ കർഷകരുടെയും ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളികളുടെയും കാര്യം പറയുന്നത് പോലെ സംഘടിതമായ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുമ്പോൾ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പരിഗണന, അത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും തിരിച്ചറിയും. നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തിരുന്നതാണ്. ആ വിഷയത്തിൽ നമ്മൾ വീണ്ടും ഇവിടെ എത്തുകയാണ്. ഇത്തരം ഒരു ബ്രേക്കിംഗ് ന്യൂസ് സംസ്കാരത്തിലൂടെ ഏത് കാണിക്കണം എന്നതിനേക്കാൾ ആർക്ക് വേണ്ടി കാണിക്കണം, ആർക്ക് വേണ്ടി കാണിക്കാതിരിക്കണം എന്നുള്ളൊരു ഒരു നിഗൂഢത മാധ്യമങ്ങൾ വെച്ച് കൊടുക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസുകൾ എന്നതിൽ ഒരു രീതിയിൽ പ്രാധാന്യം അർഹിക്കാത്ത വാർത്തകൾ തുടർച്ചയായി നൽകുന്നു. അവയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഇത് സർവേകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നു. സർവേകൾ നടത്താൻ ഉപയോഗിച്ച സാമ്പിളുകൾ എന്താണ്, ആരാണ് എന്നൊന്നും വ്യക്തമായി ബോധിപ്പിക്കാതെ, ഒരുപക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ വിധേയത്വം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കേരള സമൂഹം കടന്നു പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിരിക്കുന്നത്. നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യം നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും യൂട്യൂബിലൂടെയൊക്കെ അറിയും എന്ന് നമ്മൾ അറിഞ്ഞിട്ട് കൂടി ചില വാർത്തകൾ മറച്ചു വെക്കുന്നു. അത് ഞങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയിട്ടിരിക്കുന്നു. എവിടെയാണ് കാസ ജനിക്കുന്നതും RSS ശക്തി പ്രവർത്തിക്കുന്നത്? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം PDP ഒരു മതേതര പ്രസ്ഥാനമാകുമ്പോൾ, സദ്ദാം ഹുസൈൻ മാർട്ടിൻ ലൂതർ കിങ് ആകുമ്പോൾ കാസയ്ക്ക് എങ്ങനെ ജനിക്കാതിരിക്കാൻ കഴിയും, RSSന് എങ്ങനെ വരാതിരിക്കാൻ കഴിയുമെന്ന് ഹൈന്ദവൻ ഒരുമിച്ചെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇത് മാധ്യമങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നിഷ്പക്ഷമായ ഒരു മാധ്യമങ്ങളില്ലാത്ത സ്ഥലത്ത് ജനാധിപത്യം മാത്രമല്ല മതേതരത്വവും അപകടത്തിലാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് മതേതരത്വം? ആ മതേതരത്വത്തിൽ ഹമീദ് ചേന്നമംഗലൂരില്ലേ, ചേകനൂർ മൗലവിയില്ലേ, VP സുഹറയില്ലേ, ലിയാഖത്ത് അലിയില്ലേ, ആരിഫ് ഹുസൈനില്ലേ? ഇത്തരം മതേതരത്വത്തിൽ ഹൈന്ദവ കൈസ വിഭാഗത്തിലെ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മുമ്പൊരു വീഡിയോയിൽ മറ്റൊരു പ്രമുഖ സാഹിത്യകാരൻ പറഞ്ഞതുപോലെ ജോസഫ് ഗുണ്ടശ്ശേരിയെ തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്തതുകൊണ്ടാണ്, VT ഭട്ടതിരിപ്പാടിന് ഭ്രഷ്ട് കൽപ്പിച്ചതുകൊണ്ടാണ്, അമ്പലങ്ങൾക്ക് ആദ്യം തീരണം എന്ന് പറഞ്ഞയാൾ വിപ്ലവകാരി ആയതുകൊണ്ടാണ് കേരളത്തിൽ സാമൂഹിക പുരോഗതി ഉണ്ടായത്. അത് തിരിച്ചറിയാത്തൊരു മാധ്യമ സംസ്കാരം വലിയ ഭീതി സൃഷ്ടിക്കുന്നു, വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. നുണ പ്രചരിപ്പിച്ച്, അസ്വസ്ഥത പ്രചരിപ്പിച്ച്, വിഭജനം പ്രചരിപ്പിക്കുക. MA ബേബി ബുദ്ധിജീവിയും, സ്മൃതി പരുത്തിക്കാട് മാധ്യമപ്രവർത്തകയും, ശാരദക്കുട്ടി സാഹിത്യകാരിയുമാവുന്ന ഒരു മൂന്നാംകിട സാംസ്കാരിക ലോകത്ത് മറുനാടന്മാർ ഉദയം ചെയ്തേ തീരുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം. മറുനാടനെ പോലെയുള്ള ഒരാൾക്ക് ഒരു നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ്റെ മേലങ്കി അണിയാൻ ഒരു സമൂഹം അനുവദിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പൊതുജനം എത്തുകയാണ്. ധ്രുവത്തിക്കും പ്രകാശ് രാജിനും അരുന്ധതി റോയ്ക്കുമുള്ളൊരിടം നേരത്തെ പറഞ്ഞ പോലെ ഹമീദ് ചേന്നമംഗലും VP സുഹറയ്ക്കുമൊക്കെ ഇല്ലാതെ വരുമ്പോൾ ആ ഇടത്തിലേക്ക്
ജനം ടി വി എത്തുന്നു, അമൃത ടി വി എത്തുന്നു, കെന്നഡി കരിമ്പിങ്കാല എത്തുന്നു, മറുനാടൻ എത്തുന്നു. ബ്രേക്കിംഗ് ന്യൂസും നിഷ്പക്ഷ നിരീക്ഷണം പുതിയ നിർവചനം ആവശ്യമാണ്. എന്താണ് ബ്രേക്കിംഗ് ന്യൂസ്? എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് നൽകേണ്ടത്? ആരാണ് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ? സന്ദേശ് കാലിയിലെ വാർത്ത മറച്ചു വെച്ചതുകൊണ്ട്, നർഗീസ് മുഹമ്മദിക്ക് കിട്ടിയ അന്താരാഷ്ട്ര പുരസ്കാരം മറച്ചു വെച്ചതുകൊണ്ട്, അലക്സി നവൽനിയുടെ മരണം ചർച്ച ചെയ്യാത്തതുകൊണ്ട് ആർക്കാണ് ഗുണം ലഭിക്കുന്നത്? ആരെയാണ് പീഡിപ്പിക്കുന്നത്? റഷ്യയും ചൈനയും ഇസ്ലാമിക ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. അവിടെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾക്കും ഈ സർവേകൾക്കും വലിയ രീതിയിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ജനിച്ച ഒരു തലമുറ ആദ്യമായി ഒരുപക്ഷെ യൂട്യൂബിന് ശേഷം ജനിച്ച ഒരു തലമുറ വോട്ട് ചെയ്യുന്ന ആദ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പായിട്ട് കൂടി വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കേരളത്തിൽ പോലും കുറഞ്ഞു വന്നത് നമ്മൾ വിശകലനം ചെയ്തതാണ്. ചൂട് മുതൽ കുടിയേറ്റം വരെയുള്ള കാരണമാണ്. ചൂടൊരു വലിയ കാരണമാണ്. രാജ്യം വിട്ടു പോയ ആളുകൾക്ക് രാജ്യത്തേക്ക് വരാൻ പറ്റാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗൊക്കെ അവരെ വോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ ഈ ജൽപ്പനങ്ങൾക്ക് ഒരു വലിയ വിഭാഗം ആളുകൾ, അത് പുരോഗമന കാഴ്ചപ്പാടുള്ളവരാവാം, പുരോഗമന കാഴ്ചപ്പാടില്ലെങ്കിൽ പോലും അഭ്യസ്തവിദ്യരായ ആഗോളതലത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളാവും, അവരൊന്നും ഇതിന് വില കൊടുക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആനുകാലിക രാഷ്ട്രീയത്തെക്കാൾ സോഷ്യൽ മീഡിയയ്ക്കൊപ്പം നീങ്ങുന്ന ആഗോള പൗരത്വത്തെ അവരെ ബാധിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ പരിമിതി അവർ തിരിച്ചറിയുന്നില്ല. അവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പറ്റം നേതാക്കൾ ഇവിടെ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ശശി തരൂരിലൂടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശശി തരൂരിനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സോണിയാഗാന്ധിയും കേരളത്തെ കോൺഗ്രസ് നേതാക്കളും അനുവദിച്ചില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ കൂടി തനിക്ക് ചെയ്യാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെ അപ്പം ചെയ്യാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങളിലേക്ക് ശശി തരൂർ മൂന്നും നൽകിയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു കൊടിയും അതിന് ചുമക്കാൻ ജാതിമത സംവിധാനങ്ങളെ വിഴുപ്പുമേറ്റുന്നതിലൂടെ ജയിക്കുന്ന, അതിലൂടെ മാത്രം ജയം സ്വപ്നം കാണുന്ന രാഷ്ട്രീയ വ്യവസ്ഥ മരണശൈലിയാണ്. ഒരു കൊടിയും അതുമായി ഏതെങ്കിലും ജാതി സംഘടനയുടെ മതസംഘടനയുടെ വിഴുപ്പ് കുത്തിക്കയറ്റുക, അത് ചുമക്കാൻ ഒരു പറ്റം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ആ ശൈലി, ആ രീതി അവസാനിക്കുകയാണ് ലോകമെന്താണ്. വ്യക്തി മികവും വ്യക്തിശുദ്ധിയുമുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകും. ഒരുപക്ഷെ ഇപ്രാവശ്യം കേരളത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കുറഞ്ഞൊരു 50% ഇത്തരം വ്യക്തി മികവുള്ളവരാണ്. വലിയ ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് കൂടി ആ വ്യക്തിഗത മികവിന് അനുസരിച്ച് ആ വ്യക്തിഗത മികവ് മാത്രം കണക്കാക്കി വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ ഒരു ശുഭസൂചനയാണ്. കാരണം ചിന്താ ജെറോമിനും എ റഹീമിനും നികിത രാജേഷിനും എല്ലാം ലഭിക്കുന്നതാണ് ഡോക്ടറേറ്റ്, സർവകലാശാലയിലെ സ്ഥാനങ്ങൾ. അങ്ങനെയെങ്കിൽ അത് സ്വീകരിച്ചാൽ ഞാൻ ലോകത്തിൽ അവകാശിയാവില്ലേ എന്ന് ചിന്തിച്ചൊരുങ്ങുന്ന ഒരു പറ്റം ആളുകൾ വരുന്നു. ഇതാണോ ഡോക്ടറേറ്റ്? ഇത് ചിന്താ ജെറോമിനുണ്ട്, റഹീമിനുണ്ട്, നികിത രാജേഷിനുണ്ട്, പ്രിയ രാജേഷിനുണ്ട്. ഇത് പുരോഗമന കാഴ്ചപ്പാടുള്ളവർ, രാഷ്ട്രീയ വിധേയത്വമില്ലാത്തവർ, അവരത് ചിന്തിച്ചു തുടങ്ങി. ഈ മാധ്യമങ്ങൾ ഈ വാർത്തയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ലോകമെമ്പാടുമുള്ള വാർത്തകൾ കാണുന്നു. മാധ്യമങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചോദിച്ച് ഉറപ്പിക്കുന്ന നമ്മൾ കാണുന്നു. ഇതാണോ മാധ്യമ പ്രവർത്തനം? രാഷ്ട്രീയ സംസ്കാരം മാനദണ്ഡമാവുന്ന ഒരു അടിമ സംസ്കാരത്തിന് മാധ്യമങ്ങൾ കണക്ക് പറയേണ്ടി വരുന്നു. ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ വാർത്തയ്ക്ക് വേണ്ടിയും മറ്റ് വിവരങ്ങൾക്ക് വേണ്ടിയും സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഇൻ്റർനെറ്റ് വഴി, യൂട്യൂബ് വഴി, വാട്സപ്പ് വഴി ഉത്തരങ്ങൾ ചേരുന്ന, ചോദ്യങ്ങൾ തേടുന്ന ആളുകൾ ഉയർന്നു വന്നിരിക്കുന്നു. എന്തും ഏതും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നു. മാധ്യമങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നതിലൂടെ, സാഹിത്യ സാംസ്കാരിക മേഖലയിൽ വിധേയം നിർമ്മിക്കുന്നതിലൂടെ
നിങ്ങൾക്ക് അജണ്ടകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ആളുകളെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കാൻ കഴിയുമെന്നുമുള്ള ധാരണകൾക്ക് മാറ്റമുണ്ടാവേണ്ടിയിരിക്കുന്നു. ലോകം മാറുകയാണ്. അജണ്ടകൾ നിർണ്ണയിക്കാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ലോകം കടന്നു വരുന്നു. നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വലിയൊരു ശുദ്ധി കലശത്തിൽ, പ്രത്യേകിച്ച് മാധ്യമ മേഖലയിൽ വലിയൊരു ശുദ്ധി കലശത്തിന് സമയമായിരുന്നു. മാധ്യമങ്ങളുടെ ഒരു ശുദ്ധി കലശം, ആ ശുദ്ധി കലശത്തിലൂടെ മാത്രമാണ് പുകലോകമെന്ന കാഴ്ചപ്പാടുള്ള ഒരു ലോകം, അത്തരമൊരു ലോകം ഉയർന്നു വരാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ നിഷ്പക്ഷമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. നിഷ്പക്ഷമായ പ്രതിപക്ഷം ഉണ്ടാവണമെങ്കിൽ ശക്തമായ സുതാര്യമായ ഒരു മാധ്യമ സംവിധാനം ഉണ്ടാവണം. ജനങ്ങളെ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരല്ല, ജനങ്ങൾക്ക് ശരി നൽകാൻ കഴിയും, ജനങ്ങൾ ഞങ്ങളെ ഞങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലനിൽപ്പ് എന്ന് ചിന്തിക്കുന്ന മാധ്യമ സംസ്കാരവും മാധ്യമങ്ങളും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. മാനം മുറിച്ച് കിടക്കുന്നവനും തീവ്രവാദം നടത്തുന്നവനും മാധ്യമപ്രവർത്തകരാകാൻ കഴിയുന്ന, മാധ്യമ സ്ഥാപനങ്ങൾ ഉടമകളാകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് അവസാനമാകുന്നു. ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു തുടക്കമാണ്.